ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു സൂപ്പർ ആക്ഷൻ ത്രില്ലർ മൂവിയുടെ കഥ കേട്ടാലോ? എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം. കഥയുടെ തുടക്കത്തിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അയാളുടെ ലാബിലായിട്ട് കുറെ വികൃതമായ പല്ലികളെയും കാണിക്കുന്നുണ്ട്. ഈ ഡോക്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൊട്ടടുത്ത് കിടക്കുന്ന പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന ആ ടൈമിൽ തന്നെ അവിടെ കുറെ പട്ടാളക്കാരും ഓഫീസേഴ്സും വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതുപോലുള്ള പരീക്ഷണമൊന്നും ഇവിടെ നടത്താൻ പറ്റില്ല, ഞങ്ങൾ ഇതിനൊന്നും ഒരു തരത്തിലുള്ള പെർമിഷനും തരില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതേ സമയത്ത് തന്നെ ഡോക്ടർ പറയുകയാണ്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ തടുക്കരുത്, എൻ്റെ മകളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്നാൽ ഡോക്ടർ ഇതൊന്നും കേൾക്കാതെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന ആ സമയത്ത് തന്നെ ഒരു പട്ടാളക്കാരൻ അയാളുടെ ഷോൾഡറിലേക്ക് വെടിവെക്കുകയാണ്. ഇതേ സമയം തന്നെ ലോകം മുഴുവനും ഭൂമികുലുക്കം സംഭവിക്കുകയാണ്. ബിൽഡിംഗ് ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നുണ്ട്. ലോകം മുഴുവനും നാശം വിതയ്ക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ പട്ടാളക്കാർ ഡോക്ടറെ നോക്കുവോ? ഇല്ല, അയാളെ വിട്ടിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഈ ഡോക്ടർ ആണെങ്കിൽ പിന്നെയും എഴുന്നേറ്റ് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് തന്നെ ഒരു കോൺക്രീറ്റ് അടന്ന് അയാളുടെ മേലേക്ക് വീഴുകയാണ്. ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് വളരെയധികം മോശമാണ്. പല ഭാഗത്തായിട്ട് ഇടിഞ്ഞു വീണ് നാശകോശമായി കിടക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ, പലതിന്റെയും ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ നമ്മളെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലായി കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും വലിയ പ്രശ്നം എന്നത് വെള്ളമില്ലായ്മയാണ്. ശേഷം തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെ ഒരു മുതല വരികയാണ്. അവിടെയായിട്ട് ഒരു പയ്യൻ നിൽപ്പുണ്ട്. ആ പയ്യന്റെ പേരാണ് ലീ കയ്യിലിരുന്ന അമ്പിൽ എന്തോ പെട്രോളോ ഒക്കെ വെച്ച് കത്തിച്ച് അതിനു നേരെ എറിയുന്നുണ്ട്. എന്നാൽ ആ അമ്പ് കൊണ്ടിട്ട് മുതല ചാകുന്നില്ല. ഇത് പിന്നെയും ഇവന്റെ നേരെ വരുന്നുണ്ട്. ഇവനാണെങ്കിൽ അടുത്ത് കിടന്ന കാറിലേക്ക് കയറാൻ നോക്കുന്നുണ്ടെങ്കിലും മുതുക തിരിക്കുന്ന അമ്പിന്റെ നീളം കൊണ്ട് അവൻ അതിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. ശേഷം അവൻ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അതിലേക്ക് കയറുന്നു. അപ്പോൾ തന്നെ മുതല കാറിന്റെ ഡോറിന്റെ ചില്ല് പൊട്ടിച്ച് അവന്റെ നേരെ തലയും നീട്ടി നിൽക്കുകയാണ്. ലീയും അയ്യോ ചത്തേ എന്നും പറഞ്ഞിരിക്കുമ്പോൾ ദാ വരുന്നു നമ്മുടെ നായകൻ ഡോൺലി അറിയാലോ. അവൻ ആ മുതലയെ പിടിച്ചു വലിച്ച് എടുത്ത് വെട്ടിക്കീറി കണ്ണം തുണ്ടമാക്കി. ശേഷം ഈ ഇറച്ചി എടുത്തുകൊണ്ട് ബെസിറ്റിയിലേക്ക് പോവുകയാണ്. ഈ ഇറച്ചി കച്ചവടം ചെയ്യാനായിട്ടാണ് പോകുന്നത്. കാശിനു വേണ്ടിയല്ല, ഒരു തരം ബാർട്ടർ സമ്പ്രദായം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ. ഒരു സാധനം കൊടുത്തിട്ട് മറ്റൊരു സാധനം വാങ്ങുക. ശേഷം ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. അവളുടെ പേരാണ് കിമാസിന് അച്ഛനും അമ്മയുമില്ല, ആകെയുള്ളത് മുത്തശ്ശി മാത്രമാണ്. അങ്ങനെ അവർ രണ്ടുപേരും ബെസിറ്റിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ബെസിറ്റി എന്താന്ന് വെച്ചാൽ ഭൂകമ്പമൊക്കെ നടന്ന് മുഴുവനായിട്ടും കെട്ടിടങ്ങളെല്ലാം തകർന്നു കിടക്കുകയാണല്ലോ. പിന്നീട് ആളുകളെല്ലാം താമസിക്കുന്നത് പലതരം വാഹനങ്ങളിലാണ്. അതുകൊണ്ടാണ് ആ സിറ്റിയെ ബെസിറ്റി എന്ന് പറയുന്നത്. ബെസിറ്റിയിൽ തന്നെയാണ് ഡോൺലിയും ഇറച്ചി കച്ചവടത്തിനായി വന്നത്. ഡോൺലി അങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിറയെ ആഭരണങ്ങളൊക്കെ ധരിച്ച ഒരു സ്ത്രീ അവിടെ വരുന്നുണ്ട്. അവർ കുറെ ആഭരണങ്ങൾ കൊടുത്ത് ഇറച്ചി തരാൻ പറയുകയാണ്. എന്നാൽ ഡോൺലി പറയുകയാണ്, ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല, പിന്നെ എന്തായാലും വെറുതെ വന്നതല്ലേ, വെറും കൈയോടെ പോകണ്ട, ഈ പാമ്പിനെ കൂടെ കൊണ്ടുപോയിക്കോ. പിന്നീട് അവിടേക്ക് കിമാസിൻ വരികയാണ്. കിമാസിനോട് ഡോൺലിക്ക് വല്ലാത്തൊരു വാത്സല്യമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഡോൺലിക്ക് തന്റെ മകളെ രക്ഷിക്കാനായില്ല. എന്നാൽ ഭൂകമ്പങ്ങൾക്കിടയിൽ നിന്നും കിമാസിനെ രക്ഷിച്ചത് ഡോൺലിയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം മകളെ പോലെയാണ് ഡോൺലി കിമാസിനെ കാണുന്നത്. നിനക്കായിട്ട് ഞാനൊരു വിഹിതം മാറ്റി വെച്ചിട്ടുണ്ട്. ഉടനെ കിമാസിനും, എനിക്കിത് വെറുതെ ഒന്നും തരണ്ട, ഒരു പിക്ചർ എടുത്തിട്ട് ഞാൻ വരച്ചാണെന്ന് പറഞ്ഞ് ഡോൺലിക്ക് കൊടുക്കുന്നു. ഇത് കിമാസിന്റെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഈ കിമാസിനോട് നമ്മുടെ ലീക്ക് ചെറിയൊരു ക്രഷൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് കുറെ ഗുണ്ടകൾ വരികയാണ്. ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇയാളെ തേടിക്കൊണ്ടിരിക്കുകയാണ്, ഇയാളെ കാണിച്ചു തന്നാൽ നല്ല ക്യാഷ് തരാം. എന്നാൽ ഈ കാണിക്കുന്ന ആളെ ഇവരാരും കണ്ടിട്ടില്ല. ഈ കൂട്ടത്തിൽ വെച്ച് ചില ആൾക്കാരെയൊക്കെ ഇവർ പിടിച്ചു കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്. അതിനിടയിൽ ആ ലേഡിയെയും ഇവർ പിടിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇതിനൊക്കെ ഒരാൾ എതിർക്കുന്നുണ്ടെങ്കിലും അവനെ ഇവർ വെട്ടിമുറിച്ചിടുകയാണ്. അതിനുശേഷം ഇവർ കിമാസിനെ പിടിക്കുന്നുണ്ട്. ഇത് തടയാൻ ചെന്ന ലീയെയും ഇവർ ഇഞ്ചി ചതിക്കുന്ന പോലെ ചതിക്കുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഡോൺലി അടങ്ങിയിരിക്കുമോ? നല്ല മല്ലൻ കൈവച്ച് എല്ലാത്തിനെയും അടിച്ചു നിരത്തുന്നുണ്ട്. ഇതിനിടയിൽ ഒരുത്തൻ വന്ന് ഡോൺലിയുടെ കാലിനിട്ട് ഒരു കുത്ത്. ഡോൺലിക്ക് എന്താ ഒരു ആനയുടെ മേത്ത് ഒരു മുട്ടുസൂചി കൊണ്ട പോലെ ഉള്ളൂ. ഈ ഗ്രൂപ്പിലെ ലീഡർ ഉണ്ടല്ലോ, അവനെ ഒരു ടേബിളിന്റെ മേലേക്ക് മലത്തിയിട്ട് അടിച്ചിട്ട് ഇറച്ചി വെട്ടുന്ന കത്തിയെടുത്ത് അവന്റെ സൈഡിലേക്ക് ഒരു വെട്ട്. അവൻ പേടിച്ച് കിടുങ്ങിപ്പോയി. അപ്പോൾ ഇവനോട് ചോദിക്കുകയാണ്, നീ ആരാടാ, നീ എവിടുന്നാ വരുന്നേ? ഇതേ സമയത്ത് തന്നെ ഇവൻ പേടിച്ച് വിറച്ച് പറയുകയാണ്, ഞങ്ങളൊക്കെ ആ ടൈഗറിന്റെ ആൾക്കാരാണ്.
അവന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ഇതേ സമയത്ത് ഇവരുടെ കയ്യിൽ നിന്നും ഭയങ്കര പ്യൂർ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിന്റെ കുപ്പി ഇപ്പോൾ ഡോൺലി കാണുകയാണ്. ഇത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അതൊരു ഫ്ലാറ്റിൽ നിന്നാണ്. ഇപ്പോഴും ആ ഒരു ഭൂകമ്പം വന്നിട്ട് തകർന്നിട്ടില്ല, അവിടെ നിന്നാണ് ഈ ഒരു വെള്ളവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. ഓ, അങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലേ. അപ്പോ പിന്നെ നിനക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടിയിട്ടില്ലേ, ഇനി ഇവിടുന്ന് മര്യാദയ്ക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇനി ഈ ഭാഗത്തേക്ക് നിങ്ങൾ വരികയും ചെയ്യില്ലെന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. പിന്നീട് ഇയാൾ നേരത്തെ പറഞ്ഞ ആ ഫ്ലാറ്റിൽ നിന്നും കുറച്ച് ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട്. അവർ വയലൻസ് ഉള്ള ടീമൊന്നുമല്ല. അവരുടെ ലീഡർ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അവളുടെ പേരാണ് സുജിറോ. സുജിറോ വന്നിട്ട് ഇവരോടെല്ലാവരോടും നല്ല മാന്യമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. സുജിറോ പറയുകയാണ്, ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഇപ്പോൾ നിലവിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ക്ലിയർ ആക്കാനുള്ള ടെക്നോളജിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യത്തിന് സൗകര്യവും ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അങ്ങോട്ടേക്ക് കയറാം. പക്ഷേ ഒറ്റയടിക്ക് വരാൻ പറ്റില്ല, ഘട്ടം ഘട്ടമായിട്ടേ വരാൻ പറ്റുകയുള്ളൂ. ഇതിനുശേഷം ഈ സുജിറോ ഉണ്ടല്ലോ നമ്മുടെ കിമാസിനെ നോക്കിയാണ്. ദാ ഇവളെ പോലുള്ള ടീനേഴ്സിനെയാണ് ഈ ലോകത്തിന് ഇനി ആവശ്യം. ഇവരാണ് പുതിയ തലമുറ. എല്ലാവരും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെയുള്ള ടീനേജേഴ്സ് ആയുള്ള കുട്ടികളെയാണ് നാളേക്ക് ആവശ്യം. അങ്ങനെ കിമാസിനും അവളുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരെയൊക്കെ ഇവർ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. പാവം നമ്മുടെ ലീ അവൾ പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. മാത്രമല്ല ഡോൺലി ആണെങ്കിൽ അവൻ ആ ഒരു കിമാസിൻ കൊടുത്ത ചിത്രമുണ്ടല്ലോ ചുമരിൽ മുഴുവൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ലീക്കാണെങ്കിൽ അവളോട് പ്രണയം, അതുപോലെ തന്നെ ഡോൺലിക്കാണെങ്കിൽ അവൾ സ്വന്തം മകളെ പോലെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഡിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും കിമാസിന്റെ അടുത്തേക്ക് എത്തണം. അപ്പോൾ ഡോൺലിയോട് പറയുകയാണ്, നിങ്ങൾ ആ ആഭരണം ഇട്ട് വന്നില്ലേ, ആ ലേഡിയെ കെട്ട്, എന്നിട്ട് നമുക്കൊരു ഫാമിലി ആയിട്ട് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് ചുമ്മാ ഡോൺലിയെ വെറി പിടിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിമാസിനെയും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് സുജിറോ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് കിമാസിന്റെ മുത്തശ്ശിക്ക് തീരെ വയ്യാതായി കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ടീമിനെയും ഒരു ഗ്രൂപ്പിനെയും ഇവർ കാണുകയാണ്. ആ കൂട്ടത്തിലും ടീനേജേഴ്സ് ആയിട്ടുള്ള 1-2 പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു പെൺകുട്ടിയുമായിട്ട് നമ്മുടെ കിമാസൻ നല്ല കമ്പനി ആകുന്നുണ്ട്. എന്തായാലും ഈ ഒരു യാത്രയിൽ പ്രായമായവർക്ക് അങ്ങനെ മുന്നോട്ടേക്ക് നടക്കാനൊന്നും കഴിയില്ല. ഇതേ സമയത്ത് തന്നെ സുജിറോ പറയുകയാണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട കേട്ടോ, ഇപ്പോൾ ടീനേജേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ മാത്രമേ നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഭക്ഷണം, കാര്യം ഇതൊക്കെ തന്നെ ഞങ്ങൾ തന്നോളാം. നിങ്ങൾ ഓക്കെ ആയിട്ട് ശേഷം മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോവുകയുള്ളൂ. അതിനുള്ള സൗകര്യം നമുക്ക് വേറൊരു ഭാഗത്ത് ഒരുക്കാം. ആദ്യമൊന്നും നമ്മുടെ കിമാസിന് ഇതിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ മുത്തശ്ശി ഇങ്ങനെ വയ്യാതെ നടക്കുന്നതിലും കാര്യമില്ലല്ലോ, ബുദ്ധിമുട്ട് കൂടുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇവരെ കൂട്ടാൻ വന്ന ജീപ്പിൽ ഈ പിള്ളേര് മുഴുവൻ കയറി പോവുകയാണ്. മാത്രമല്ല വൃദ്ധരായിട്ടുള്ള ഒരു 4-5 പേരുണ്ടായിരുന്നു. അവരെ കൂട്ടിക്കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് ഈ കമാൻഡേഴ്സ് ചെല്ലുകയാണ്. ഈ വൃദ്ധരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോയി ഒരു ദയവുമില്ലാതെ ഈ വിളലിന്റെ അകത്തേക്ക് തള്ളിയിടുകയാണ്. മാത്രമല്ല നമ്മുടെ കിമാസിന്റെ മുത്തശ്ശി ഉണ്ടല്ലോ, അവരുടെ ദേഹത്തേക്ക് ഒരു കത്തി കുത്തിക്കയറ്റിയിട്ട് അവരെയും കൊന്നുകളയുകയാണ്. ഈ സംഭവം യാദൃച്ഛികമായി രാത്രി വേട്ടയ്ക്കിറങ്ങിയ നമ്മുടെ ഡോൺലിയും അതുപോലെ തന്നെ ലീയും നേരിട്ട് കാണുകയാണ്. ഇതൊക്കെ കണ്ട് ഓടിച്ചെന്ന് അവരെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും എല്ലാവരും മരിച്ചു കഴിഞ്ഞിരുന്നു. ഈ ദേശത്തിൽ അവിടെ ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ അടിച്ചും ഇടിച്ചും ഒക്കെ ചതച്ചിട്ട് പോലും അവർക്കൊന്നും ഒരു കൂസലുമില്ല, ഏതോ ഒരു യാന്ത്രിക മനുഷ്യനെ പോലെ. പിന്നീടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ചെവിയുടെ പുറകിലായിട്ട് എന്തോ ഒരു കുമ്പള പോലെ എന്തൊരു സംഭവമുണ്ട്. ഡോൺലി ചോദിക്കുകയാണ്, നിന്നെയൊക്കെ എത്ര ചതച്ചിട്ടും നീയൊന്നും ചാകുന്നില്ലല്ലോടാ. ഞങ്ങളൊന്നും ചാകില്ലടാ, ഞങ്ങൾക്ക് മരണമില്ല എന്ന് പറയുന്നു. ശേഷം അപ്പുറത്താണെങ്കിൽ ലീ ഒരുത്തന്റെ കാലിനിട്ട് വെട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു വേദനയില്ലാതെ ചോര ഒലിപ്പിച്ച് പിന്നെയും ഫൈറ്റിന് ചെല്ലുകയാണ്. ഇത്രയൊക്കെ അടിച്ചിട്ടും ഇവന്മാരെ ഒന്നും ഇല്ലാതാക്കാൻ കഴിയാത്ത ആ സമയത്താണ് പെട്ടെന്നൊരു പെൺകുട്ടി എവിടുന്നോ ചാടി വന്നിട്ട് ഒരുത്തന്റെ തലയറുത്ത് കളഞ്ഞിട്ട് പറയുകയാണ്, ഇവന്മാര് ഇങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടതെന്ന്. ഇത് മനസ്സിലാക്കി ഡോൺലിയും കത്തിയെടുത്ത് മറ്റൊരുത്തന്റെ തല അറുത്ത് കളയുകയാണ്. ശേഷം ഡോൺലി ആ മുത്തശ്ശിക്ക് വേണ്ടിയുള്ള മരണാനന്തര ചടങ്ങുകളെല്ലാം അവിടെ ചെയ്യുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നീ ആരാണ്? ആ പെൺകുട്ടിയും പേര് പറഞ്ഞ് അവളെ പരിചയപ്പെടുത്തും. മാത്രമല്ല അവളുടെ ജോലി എന്ന് പറയുന്ന അവൾ ഒരു പട്ടാളക്കാരിയാണ്. ഭൂകമ്പമെല്ലാം നടക്കുന്ന സമയത്ത് അവൾ മറ്റു പട്ടാളക്കാരുമെല്ലാമായി ഹെലികോപ്റ്ററിലായതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഫ്ലാറ്റ് മാത്രം ഒന്നും സംഭവിക്കാതെ നിൽക്കുന്നത്. മറ്റുള്ള ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തി ആ ഫ്ലാറ്റിലേക്ക് കൊണ്ടാക്കുകയാണ് ചെയ്തത്. കൂട്ടത്തിൽ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. എന്ത് അസുഖം വന്നാലും എന്ത് ചികിത്സയ്ക്ക് വേണ്ടിയും ഈ ഡോക്ടറിനെയാണ് എല്ലാവരും ആശ്രയിക്കുക, അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചില കംപ്ലൈന്റ് കിട്ടിയിട്ട് ഞാൻ ഇയാളെ ചെന്ന് ചോദ്യം ചെയ്തു. ഇവിടെയുള്ള ചെറിയ കുട്ടികളെ ഒന്നും കാണാനില്ല, നിങ്ങളാണ് അതിന്റെ മെയിൻ കാരണക്കാരൻ, എന്താ പറ്റിയത്? നിങ്ങൾ അവരെയൊക്കെ എന്താ ചെയ്തത്? ഇത് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഡോക്ടർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പട്ടാളക്കാരനെ വെടിവെച്ച് വീഴ്ത്തുകയാണ്. ഒന്നും സംഭവിക്കാതെ തന്നെ അയാൾ എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് പറയുകയാണ്,
ആ കുട്ടികളെയൊക്കെ ഞാൻ കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കാനാണ്. ഈ മരുന്ന് നിങ്ങൾക്കൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും മരണമുണ്ടാവില്ല. നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പോൾ നീയും കൂടി എൻ്റെ കൂടെ നിൽക്കണം. എനിക്കതും ഒരിക്കലും ഇതുപോലുള്ള വട്ടിന് കൂട്ടു നിൽക്കാൻ കഴിയില്ല. തൻ്റെ ഇതുപോലുള്ള പരീക്ഷണത്തിന് വേണ്ടിയുള്ള എലിക്കുഞ്ഞുങ്ങളല്ല ഇവിടെ ഉള്ളത്, അവർ മനുഷ്യ കുഞ്ഞുങ്ങളാണ്. അവൾ കുറേയധികം ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് അവിടെ നിന്നും ചാടി രക്ഷപ്പെടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒരിക്കലും ഇതിനെ എതിർത്ത് നിൽക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. ഏകദേശം എന്തൊക്കെയാ അവിടെ നടക്കുന്ന എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പെണ്ണ് അവരോട് പറയുകയാണ്. ഈ സമയം സുജിറോ ആ കുട്ടികളെയും കൊണ്ട് ആ ഫ്ലാറ്റിലേക്ക് എത്തുകയാണ്. അവിടെയാണെങ്കിൽ കുറെ ടവറുകളുണ്ട്, അതിനു മുകളിലായി കുറെ കാവൽക്കാരുമുണ്ട്. കുറച്ച് കൃഷിയൊക്കെ അവിടെവിടങ്ങളിലായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കുട്ടികളെയൊക്കെ വളരെ നല്ല രീതിയിലാണ് അവിടെയുള്ളവരെല്ലാം സ്വീകരിക്കുന്നത്. കൂടെ ഡോക്ടറും അവിടെ നിൽപ്പുണ്ട്. ഡോക്ടർ പറയുകയാണ്, നിങ്ങളാണ് ഭാവി കാലം. നിങ്ങൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. നല്ല ലക്ഷറി ആയിട്ട് തന്നെ ഇവിടെ ജീവിക്കാം. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. പുറത്തു പോകാൻ പാടില്ല. പുറത്ത് ചില ആളുകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര മോശമായിട്ടുള്ള ആളുകളാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളവും കാര്യങ്ങളുമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓരോ കുട്ടികളുടെയും കയ്യിലും ഇതുപോലെ ഓരോ ബോട്ടിൽ വെള്ളവും വെച്ചു കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര അമൂല്യമായിട്ടുള്ള ഒന്നാണ്. കാരണം മൊത്തം വരൾച്ചയും ഭൂകമ്പവും ആണല്ലോ. ഇവരുടെ പേരൻസ് ആണെങ്കിൽ ഇത് കേട്ട് അന്തം വിട്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിമാസിനും എൻ്റെ മുത്തശ്ശി എന്ത് ചെയ്ത് തിരക്കുകയാണ്. അവർ പിന്നാലെ തന്നെ വന്നോളൂ എന്ന് പറയുന്നു. എന്നാൽ പിന്നെ എൻ്റെ മുത്തശ്ശിക്ക് കൊടുക്കാനായിട്ട് ഒരു ബോട്ടിൽ കൂടി എനിക്ക് എക്സ്ട്രാ വേണമെന്ന് കിമാസിൻ പറയുകയാണ്. എന്തായാലും ഈ വന്ന കുട്ടികൾ ഓരോരുത്തർക്കായിട്ട് പ്രത്യേക മുറികളുണ്ട്. അവിടെയാണെങ്കിൽ പൈപ്പ് തുറന്നാൽ വെള്ളം വരികയും കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമെല്ലാം വെള്ളം കണ്ടിട്ട് വളരെയധികം സന്തോഷമാവുകയാണ്. മാത്രമല്ല വളരെയധികം എക്സൈറ്റഡ് ആകുകയാണ് അവൾ. അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഈ വൃദ്ധരെ കൊന്ന ആൾക്കാരുണ്ടല്ലോ, ഈ കൊന്ന ആൾക്കാരുടെ കയ്യിലെല്ലാം ഇതേപോലെ ഒരു ബോട്ടിൽ വെള്ളമാണ് കണ്ടത്. അതായത് ഈ ആൾക്കാരും ഈ ഡോക്ടർ ഗ്യാങ്ങും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ കാര്യം ഡോൺലിക്ക് മനസ്സിലാകുകയാണ്. ഇതേ സമയത്ത് ഈ ഗ്യാങ്ങിന്റെ ലീഡറായ ടൈഗറും വേറൊരു ഗ്യാങ്ങുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ എന്തോ വാക്ക് തർക്കമോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ട്. ഈ സമയത്താണ് അവിടേക്ക് ഡോൺലി വരുന്നത്. ഡോൺലി വന്നിട്ട് അയാളോട് പറയുന്നു, എടോ നിന്നെ, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഈ വെള്ളത്തെ പറ്റിയും ആ ഫ്ലാറ്റിനെ പറ്റി. ഉടനെ ടൈഗർ, നീ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ എന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അറിയാലോ, ഡോൺലിയുടെ സ്വഭാവത്തിന് നല്ല അടിപൊളി അടിയാണ് അയാൾക്ക് കിട്ടുന്നത്. ഇടി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവനും അതുപോലെ തന്നെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൺലിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണും അതുപോലെ ലീയും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അടികിട്ടിച്ച് അതഞ്ഞു മതിയായിട്ട് ഈ ടൈഗർ അവനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്റെ പൊന്നു സാറേ, ഇനി എന്നെ തല്ലല്ലേ, പിന്നെ എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ടീനേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കുറെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. ഒരു ദിവസം ആ ഡോക്ടറുടെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും, ഞങ്ങൾ ആ കുട്ടികളെ അങ്ങോട്ടും കൊടുക്കും, നമുക്ക് കുറച്ച് സമ്മാനവും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതിനുവേണ്ടിയാണ്. ഇനി എന്നെ തല്ലരുത്. തല്ലില്ല, പക്ഷെ മര്യാദയ്ക്ക് കൂടെ നിന്നണം. ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്തിരിക്കണം. മറ്റൊരു രക്ഷയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടൈഗർ കണ്ണടച്ച് അങ്ങനെ കിടക്കുന്നു. സോ അതിനുശേഷം ഈ ഡോക്ടറുടെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഡോക്ടർ എത്തിപ്പെട്ടതാണ്. പക്ഷെ അവസാനം അവിടുത്തെ രാജാവായിട്ടാണ് ഇപ്പൊ അയാൾ വാഴുന്നത്. സോ പുതുതായിട്ട് ഇങ്ങോട്ട് വന്ന ഓരോ ഫാമിലിയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു ഫാമിലിയും ഒക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് കൂടുതൽ സൗകര്യങ്ങളുള്ള ഭാഗത്തേക്ക് മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഭക്ഷണവും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇവർക്ക് കൊടുക്കുകയാണ്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. എന്നാൽ ഈ ഒരു ഫാമിലി വിചാരിക്കുന്നത് ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ലോട്ടറി അടിച്ചിരിക്കുകയാണ്. കാരണം ആ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു കൂട്ടത്തിൽ കിമാസിനുമുണ്ട്. അപ്പോൾ കിമാസിന് ഉള്ളിലേക്ക് വന്നിട്ട് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, സുജിറോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്റെ മുത്തശ്ശി എവിടെ, ഇതുവരെ ആയിട്ടും വന്നില്ലല്ലോ. ഇപ്പോൾ സുജിറോ പറയുകയാണ്, മോളെ വിഷമിക്കേണ്ട, മുത്തശ്ശി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു കോൾ വന്നിട്ടേ ഉള്ളൂ. അതായത് അവരുടെ യാത്ര കുറച്ച് സ്ലോ ആയിരിക്കും, 1-2 ദിവസം താമസിക്കും. മാത്രമല്ല ഇപ്പോൾ സെലക്ട് ചെയ്ത ഈ കുട്ടികളെ അതുപോലെ തന്നെ മാതാപിതാക്കളെയും രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യുകയാണ്. അതായത് 2 കൂട്ടർക്കും 2 സ്ഥലത്താണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ കുട്ടികൾക്കായാലും മാതാപിതാക്കൾക്കായാലും കുറച്ച് വിഷമവും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ മാതാപിതാക്കളെ നേരെ ബേസ്മെന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം അവിടെയാണ് ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉപയോഗിച്ച വെള്ളം തന്നെ വീണ്ടും വീണ്ടും റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ ഒരു പരിപാടിയാണ് താഴെ നടക്കുന്നത്. എന്നാൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് മുന്നേ വന്ന ആൾക്കാരുടെ മുഖമൊന്നും ഒരു സന്തോഷമില്ല, ഒരു മിഷ്യൻ പോലെ അവർ അങ്ങനെ പണിയെടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ ഈ ഡോക്ടറുടെ ലാബാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു പട്ടാള ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ക്യാപ്റ്റൻ ആ കൂട്ടത്തിൽ ഒരു എലിയെ എടുത്തിട്ട് അണ്ണാക്കിലേക്കിട്ട് വിഴുങ്ങുകയാണ്. കുറച്ച് വിചിത്രമായിട്ട് തോന്നുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടറും അയാളുടെ ആ ഒരു പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് വന്ന സുജീറോ ഇപ്പോൾ കൊണ്ടുവന്ന പുതിയ കുട്ടികളെ കുറിച്ച് പറയുന്നുമുണ്ട്. ആ കൂട്ടത്തിൽ 18 വയസ്സായിട്ടുള്ള 2 പെൺകുട്ടികളുണ്ട്. ഇത് കേട്ടപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവുകയാണ്. 18 വയസ്സോ? അങ്ങനെയുള്ള കുട്ടികളുണ്ടോ? തീർച്ചയായിട്ടും ആ കുട്ടികളെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ സുജീറോ ഇപ്പോൾ വന്ന ആ 2 പെൺകുട്ടികൾ, ഒന്ന് നമ്മുടെ കിമാസിൻ, അതുപോലെ തന്നെ അവളുടെ കൂട്ടത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന അവളുടെ ആ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, 2 പേരും ഇപ്പോൾ പുതുതായിട്ട് വന്നതല്ലേ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുട്ടികൾക്ക് ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ള കുട്ടികളെ ഇവർ 2 പേരും നോക്കുന്ന സമയത്ത് ആരും തന്നെ ചിരിക്കുന്നൊന്നുമില്ല. അവരുടെ മുഖത്ത് സന്തോഷവുമില്ല. അവരുടെ ചെവിയുടെ പിന്നിലായിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ട്. എന്തായാലും നമ്മുടെ കിമാസിനും കൂട്ടുകാരിയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ ഒരു ടീച്ചർ സുജീറോ ഉണ്ടല്ലോ, അവരുടെ ഡോക്ടറെ കുറിച്ചിട്ട് അങ്ങോട്ട് പൊക്കി പറയാൻ തുടങ്ങിയാണ്. നിങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ വരുന്ന സമയത്ത് നന്നായിട്ട് റെസ്പെക്ട് ചെയ്യണം. കാരണം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആ ഒരു ഡോക്ടർ ഒരുപാട് വലിയ പരീക്ഷണങ്ങൾ, റിസർച്ച് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ കിമാസ് ന്യായമായിട്ടുള്ളൊരു സംശയം ചോദിക്കുകയാണ്. അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം പൈപ്പ് എല്ലാത്തിലും നല്ല വെള്ളമാണല്ലോ, പുറത്ത് ആൾക്കാർ കുടിക്കാൻ വരെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു വെള്ളം അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വളരെ ഉപകാരമാവില്ലേ? മോളെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇനി അധികം വൈകാതെ തന്നെ നടപ്പിലാക്കാൻ പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ കിമാസിന്റെ കൂട്ടുകാരി അവൾ ചാടി എഴുന്നേറ്റ് പറയുകയാണ്, ടീച്ചറെ, എനിക്ക് ഈ പരീക്ഷണങ്ങൾ, റിസർച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഡോക്ടർ വരികയാണെങ്കിൽ ആ ഒരു ലാബിൽ പോയിട്ട് അദ്ദേഹത്തെ ഞാൻ സഹായിക്കാം കേട്ടോ. ഓഹോ, നിനക്കതിൽ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും ഡോക്ടർ വരുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാം കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഈ ഡോക്ടറുടെ കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാ കുട്ടികളുടെയും ടേബിളിലും ഓരോ കുപ്പി വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ടീച്ചറായിട്ടുള്ള സുജീറോ പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും വെള്ളം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു കഷ്ടപ്പാടിനെ നിങ്ങൾ ബഹുമാനിക്കാതിരിക്കരുത്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളും ഒരു തുള്ളി വെള്ളം പോലും ബാക്കി വെക്കാതെ ഈ വെള്ളം മുഴുവനായിട്ടും കുടിക്കുക. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. ഡോക്ടർ വന്നിട്ട് ഇയാളെ കുറിച്ച് തന്നെ സ്വയം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ, നിങ്ങൾ ആരും പേടിക്കേണ്ട കേട്ടോ. കാര്യമായിട്ടുള്ളൊരു പരീക്ഷണം തന്നെയാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. അതായത് കുറച്ച് വെള്ളം, കുറച്ച് ഭക്ഷണം, ഇത് കഴിച്ചുകൊണ്ട് മനുഷ്യർക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ കഴിയുമോ, അതിനെക്കുറിച്ചാണ്. എന്തായാലും നമ്മൾ പഠിക്കണമല്ലോ. കാരണം നമുക്ക് ആവശ്യത്തിന് വെള്ളവുമില്ല, ഭക്ഷണവുമില്ല. അപ്പോൾ പിള്ളേരെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക. നമുക്ക് ഈ ഒരു വലിയ കണ്ടെത്തലിന്റെ ഭാഗമായിട്ട് മാറാം. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം കഴിക്കാനായിട്ട് ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ഞങ്ങൾ തരും. എന്തായാലും എൻ്റെ കൂടെ നിൽക്കുക. എല്ലാ കുട്ടികളും തലയാട്ടുകയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ വെള്ളം കുടിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഡോക്ടർ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സുജീറോ, അതായത് ഈ ടീച്ചർ, നമ്മുടെ കിമാസിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, ലാബിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഡോക്ടറും ഇപ്പോൾ ആ ഒരു കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. ഓ, നിനക്ക് ലാബിലൊക്കെ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണല്ലേ? അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്യല്ലേ? അപ്പോൾ ഇവൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ പറയുകയാണ്, തീർച്ചയായിട്ടും സാറേ, ഡോക്ടർ എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കിമാസിൻ ചോദിക്കുകയാണ്, അല്ല ഡോക്ടറെ, എന്റെ മുത്തശ്ശി ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല, അവരെന്നാ വരിക? ഇതേ സമയം തന്നെ ഈ ഡോക്ടർ വല്ലാത്തൊരു രീതിയിൽ സുജീറോയെ നോക്കുന്നുണ്ട്. സുജീറോ, നീ എന്താ ഇവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? അയ്യോ സാറേ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കിമാസിന്റെ മുത്തശ്ശി ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല, വരുന്ന വഴിക്ക് അവരൊന്ന് വയ്യാതായി. അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമ്മൾ മറ്റൊരു ബേസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മോള് വിഷമിക്കേണ്ട, അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും കേട്ടോ. ഇപ്പോൾ ഡോക്ടർ പറയുകയാണ്, മോളെ എന്തായാലും ഈ ഒരു വെള്ളം കുടിക്കുക കേട്ടോ. ഇത് പറഞ്ഞ് ആ ഒരു കുപ്പിയുടെ മൂടി ഊരി വെച്ചിട്ടാണ് ഡോക്ടർ ഇവിടെ നിന്ന് പോകുന്നത്. ഇതിനുശേഷം നമ്മുടെ കിമാസിൻ ആ ഒരു വെള്ളം കുടിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ കുടിക്കുന്നില്ല. ശരിക്കും ആ ബോട്ടിലിന്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല, എന്തോ ഒരു നീല കളറിലുള്ള വസ്തു ഉണ്ട്. മറ്റൊരു ഭാഗത്ത് ഇവിടെയുള്ള പട്ടാളക്കാരുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ഇയാളുടെ ദേഹത്തേക്ക് വീണ്ടും എന്തോ ഒരു മരുന്ന് കുത്തിവെക്കുകയാണ്. ഇതിനുശേഷം ഇയാളുടെ ചെവിയുടെ പിറകിലായിട്ട് ആ ഒരു കുരു ഉണ്ടല്ലോ, അതിനൊരു അനക്കം പോലെ. മാത്രമല്ല ഡോക്ടറുമായിട്ട് ഈ ഒരു ക്യാപ്റ്റൻ സംസാരിക്കുന്നുമുണ്ട്. ആ ഒരു വൃദ്ധന്മാരെ കൊല്ലാൻ അയച്ച ഒരു 3 പട്ടാളക്കാരുണ്ട്,
അവർ ഇതുവരെ ആയിട്ടും തിരിച്ചു വന്നിട്ടില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഈ മരുന്ന് കൊടുക്കാത്തത് എന്ന് ഡോക്ടറിനോട് ഈ ഒരു ക്യാപ്റ്റൻ ചോദിക്കുന്ന സമയത്ത് അതിനുള്ള സമയമായിട്ടില്ല, കുറച്ചുകൂടെ പരീക്ഷണങ്ങൾ പൂർത്തിയാവാനുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ജോലി അത് മര്യാദയ്ക്ക് ചെയ്യുക. ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇയാളുടെ മനസ്സിൽ അങ്ങനെ പീറുപുറത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാർത്ഥത. ഈ ലോകത്തെക്കുറിച്ച് ആർക്കും ഒരു താല്പര്യമില്ല, ചിന്തിക്കുന്നുമില്ല. ഡോക്ടർ പിന്നീട് വീണ്ടും പരീക്ഷണത്തിൽ മുഴുകി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ പേരൻസിനെയും കുട്ടികളെയും വേറെ വേറെ ആക്കിയില്ലേ. അതിൽ ആ ഒരു പേരൻസ് ഇവരുടെ ആ ജോലിയുടെ ഷിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരനോട് ചോദിക്കുകയാണ്, ഇനി എൻ്റെ മക്കളെ കാണാൻ പറ്റുമോ? കുറച്ച് സമയമായില്ലേ അവളെ കണ്ടിട്ട്. ഇതേ സമയത്ത് തന്നെ ആ കാവൽക്കാരി പറയുകയാണ്, ഏയ് ഇവിടെ ജോലി ചെയ്യുന്ന ആർക്കും മുകളിലുള്ള കുട്ടികളെ കാണാൻ കഴിയില്ല. ഇത് കേട്ടപ്പോൾ ഈ മാതാപിതാക്കൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റില്ലേ? എന്നിട്ട് ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ രാത്രി ആയിട്ടുണ്ട്. കിമാസിൻ ആ ഒരു മുറിയിൽ നിന്ന് ആരും കാണാതെ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നു. അവളാണെങ്കിൽ ആ ഒരു വെള്ളവും കുടിച്ചിട്ടില്ല. ഇതേ സമയത്ത് തന്നെ വരാന്തയിലൂടെ ആ ഒരു ഡോക്ടറും ആ ക്യാപ്റ്റനും പിന്നെ വേറെ കുറച്ച് പട്ടാളക്കാർ ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കാണാതിരിക്കാനായിട്ട് നമ്മുടെ കിമാസിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെരുവിൽ പോയിട്ട് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഭാഗത്ത് അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. എന്തായാലും ഇവർ സംസാരിക്കുന്നത് നമ്മുടെ കിമാസിൻ കേൾക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് ഡോക്ടറും. ഇതും പറഞ്ഞ് ഇവർ ഇങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം തന്നെ ഈ ഫ്ലാറ്റിന്റെ മുൻഭാഗത്തേക്ക് ഒരു വാൻ വന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നമ്മുടെ ഡോൺലി, അതുപോലെ തന്നെ അവന്റെ കയ്യിൽ നിന്നും നല്ല വീക്ക് കിട്ടിയ ലീഡർ ഉണ്ടല്ലോ, ആ ടൈഗർ ലീഡർ, അയാളും കൂടിയുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഡോക്ടറും ഈ ക്യാപ്റ്റനും കൂടെ നേരെ താഴേക്കാണ് ചെന്നത്. കാരണം അവിടെ ഒരു പേരൻസ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അവരോട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. എന്നാൽ ഇവരോട് നല്ല മയത്തിൽ നീറ്റായിട്ടാണ് ഡോക്ടർ സംസാരിക്കുന്നത്. കാര്യം എന്താ, പുതിയൊരു ബാച്ച് പേരൻസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവർ വെറുതെ പ്രശ്നമുണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കാണണം, വരൂ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവരെ നേരെ അവർ ലാബിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ലാബിന്റെ ഉള്ളിലേക്ക് നമ്മുടെ കിമാസിൻ ആരും കാണാതെ ഒളിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മകൾ എല്ലാത്തിന്റെയും ഫോട്ടോ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഡാറ്റാസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ കിമാസിന് ആശ്ചര്യം തോന്നിയിട്ട് ഇതെല്ലാം വായിച്ചു നോക്കുന്നുണ്ട്. ഡോക്ടർ ചെയ്യുന്ന പല പരീക്ഷണങ്ങളും അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഒരുപാട് കുട്ടികളെ ഉപയോഗിക്കുന്നുമുണ്ട്. ആ കുട്ടികളൊക്കെ മരണപ്പെട്ടു പോകുന്നു എന്നതും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവൾ ആകെ വല്ലാതെ ഭയന്നു പോകുന്നുണ്ട്. ഇതേ സമയത്താണ് ഡോക്ടറുടെ ശബ്ദം കേൾക്കുന്നത്. വേഗം തന്നെ കിമാസൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭാഗത്തേക്ക് ഒളിച്ചു മാറി നിൽക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് നമ്മുടെ കിമാസൻ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ട് ആകെ തരിച്ചു പോവുകയാണ്. അവളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ, അവൾ ഒരു സ്ട്രെച്ചറിൽ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അവളുടെ തലയുടെ ചുറ്റുഭാഗം എന്തോ ഒന്ന് വെച്ചിട്ടുണ്ട്, വായിലൂടെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. വല്ലാത്തൊരു കാഴ്ച തന്നെ. അവൾ ആ ഒരു അന്താളിപ്പിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും നേരിട്ട് കാണുന്നത്. രണ്ടുപേരും അലമുറയിട്ട് കരയാൻ തുടങ്ങിയാണ്. ഡോക്ടറെ, നിങ്ങൾ എന്താ എൻ്റെ മകളെ ചെയ്തത്? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ മകളും അവളുടെ ആ ഒരു ജീവിതം എനിക്ക് വേണ്ടി തരൂ. അവളുടെ ആ ഒരു ശരീരം തന്നെ എനിക്ക് പരീക്ഷണമായിട്ട് തരൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ മകൾ ദാ അവളുടെ ഈ തലയും അതുപോലെ തന്നെ നെഞ്ചിന്റെ ഭാഗവും മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് എടുത്തു വെച്ചിരിക്കുന്നത് പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും സ്വന്തം മകളെ ഈ കോലത്തിൽ അവളുടെ മാതാപിതാക്കൾ കണ്ടാൽ സഹിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ എന്ത് തേങ്ങാക്കൊരയാണെന്ന് പറഞ്ഞാലും രണ്ടുപേരും അലമുറയിട്ട് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് ആ ഒരു പരീക്ഷണത്തിൽ എന്തൊക്കെയോ പാളിച്ച വന്നിട്ട് അവൾ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് ഡോക്ടർക്ക് വല്ലാതെ ഭ്രാന്തിളകുന്നുണ്ട്. എന്റെ ഈ പരീക്ഷണത്തിന്റെ സമയത്ത് ഒരുത്തനും ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല. പലതവണ ഇതിനെക്കുറിച്ച് ഞാൻ വോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാടോ കച്ചറ ഉണ്ടാക്കിയത്? എന്തിനാടോ ഇങ്ങോട്ടേക്ക് വന്നത്? ഈ സമയം തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ ഡോക്ടറെ കത്തി കൊണ്ട് കുത്തി കൊന്നു കളയുകയാണ്. മാത്രമല്ല അമ്മ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് ആ ക്യാപ്റ്റൻ അവരുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്തിട്ട് അവരെയും കൊന്നു കളയുകയാണ്. ഈ കാര്യമെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ആര്? നമ്മുടെ കിമാസിൻ. അവളുടെ ദേഹത്തേക്ക് വരെ ആ ഒരു ചോര തെറിച്ചിട്ടുണ്ട്. എന്തായാലും കിമാസിൻ ഒളിച്ചിരിക്കുന്നത് ഈ ഡോക്ടർ കാണുകയാണ്. ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി ഒരു കൊലച്ചിരി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പറയുകയാണ്, മോളെ നീ കറക്റ്റ് സമയത്താട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്.
എന്തായാലും നിന്നെ അങ്ങോട്ടേക്ക് വന്ന് കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ കിമാസിന്റെ കൂട്ടുകാരി എങ്ങനെയാണോ ആ ഒരു സ്ട്രെച്ചറിൽ കിടത്തിയത് അതുപോലെ തന്നെ അവളെയും കിടത്തുകയാണ്. തലയിൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. മാത്രമല്ല കിമാസിൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ നിങ്ങൾ എന്തിനാണ് ലാബിൽ എലികളെ പോലെ ഞങ്ങളെ ഉപയോഗിക്കുന്നത്? ഇതുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ നേടാൻ പോകുന്നത്? ഇപ്പോൾ ഡോക്ടർ പറയുകയാണ്, എലികളോ? അതിനേക്കാൾ എത്രയോ മുകളിലാണ് നിങ്ങളെ പോലെയുള്ള കുട്ടികൾ. ഞാൻ തരുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ, അത് കുടിച്ചു കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ചെവിയുടെ പിന്നിൽ ചെറിയൊരു അറയുണ്ട്, തലച്ചോറിന് ഒരു ഭാഗത്തായിട്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ദ്രാവകം ഉണ്ടാകും. ആ ദ്രാവകമാണ് എൻ്റെ പരീക്ഷണത്തിന് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ചെവിയുടെ പിന്നിൽ നിന്നും അത് എനിക്ക് എടുത്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ പതിയെ പതിയെ നമ്മുടെ കിമാസിന്റെ ചെവിയുടെ പിറകിലായി ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ദ്രാവകം ഈ ഡോക്ടർ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡോൺലിയും ടീമും കൂടെ താഴെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയുള്ള കാവൽക്കാർക്ക് ആകെ അറിയുന്നത് ഈ റൗഡിയുടെ, അതായത് ഈ ലീഡർ ആയിട്ടുള്ള ടൈഗറിനെ മാത്രമാണ്. അപ്പോൾ ടൈഗറിനോട് ഈ കാവൽക്കാർ ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങളിപ്പോൾ ഡെലിവറി എടുക്കുന്ന സമയമല്ലല്ലോ, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു സംശയത്തിൽ ഇതേ സമയത്ത് തന്നെ ടൈഗർ പറയുകയാണ്, അത് പിന്നെ കുറേയധികം കളക്ഷൻ കിട്ടിയപ്പോൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. എന്നാൽ ഇവന്റെ മുഖം തന്നെ കണ്ടാൽ അറിയാം, ഒരുമാതിരി അടികിട്ടിയ ഒരു പരുമമായ ഒരു കോലത്തിലാണുള്ളത്. സംശയം തോന്നിയ കാവൽക്കാരൻ വാഹനത്തിന് പിന്നിലേക്ക് ചെന്ന് നോക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ മുഖം മൂടിയിട്ട കുറെ കുട്ടികൾ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ അധിക നേരം നമ്മുടെ ഡോൺലിക്കും ടീമിനും അവരെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ തന്നെ മേടിച്ച് ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ചറ പറ ഫയറിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ്. അതിൻ്റെ ഇടയിൽ ഡോൺലി ഈ ഒരു വാഹനമുണ്ടല്ലോ അത് കൊണ്ടുപോയിട്ട് ആ ഒരു ഫ്ലാറ്റിന്റെ മെയിൻ ഡോർ ഉണ്ട്, അതിലേക്ക് കൊണ്ടുപോയ ഒരൊറ്റിടിയാണ്. ഡോർ പൊളിച്ചു കളഞ്ഞ് ഈ ഒരു സമയത്ത് തെറിച്ചു വീണ നമ്മുടെ ടൈഗർ ഉണ്ടല്ലോ നൈസായിട്ട് മുങ്ങാൻ വേണ്ടി നോക്കുകയാണ്. നമ്മുടെ ഡോൺലിയും അതുപോലെ തന്നെ ലീയും പിന്നെ ആ പെൺകുട്ടിയും എല്ലാവരും കൂടെ നല്ല രീതിയിൽ ഫയറിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. സോ ഈ ഒരു കാര്യം മുകളിൽ നിന്ന് ക്യാപ്റ്റൻ കാണുന്നുണ്ട്. ക്യാപ്റ്റന്റെ കൂടെ തന്നെ സുജീറോ ഉണ്ട്. അപ്പോൾ ക്യാപ്റ്റനോട് സുജീറോ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ ആ പെൺകുട്ടി? എന്നിട്ട് എന്തിനാ നമ്മുടെ ആൾക്കാരെ അവൾ ഇങ്ങനെ ഫയർ ചെയ്യുന്നത്? അവളെ ഉള്ളിലേക്ക് വരില്ലേ? ഇതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ പറയുകയാണ്, അവൾ ഉള്ളിലേക്ക് വരട്ടെ, അവൾക്കായിട്ടൊരു ഗിഫ്റ്റ് ഉള്ളിൽ ഞാൻ കാത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ നടക്കുന്ന കാര്യം പറയാനായിട്ട് സുജീറോ വേഗം ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇത് പറയുകയാണ്. ഇതേ സമയത്ത് ഡോക്ടർ ആണെങ്കിൽ കിമാസിന്റെ ചെവിയുടെ അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ദ്രാവകം എടുക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ കാര്യം ഡോക്ടറോട് പറയുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ക്യാപ്റ്റൻ ഇല്ലേ അവിടെ, ക്യാപ്റ്റൻ എല്ലാം നോക്കിക്കോളും. ഇതേ സമയം തന്നെ ഇങ്ങോട്ടേക്കുള്ള വഴി അത്യാവശ്യം നല്ലോണം ആ പെൺകുട്ടിക്ക് അറിയാലോ. സോ ഈ പെൺകുട്ടി ഡോൺലിയെയും ലീയെയും വഴികാട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്ന വഴിയിട്ട് പെട്ടെന്ന് ആ സമയത്ത് അവിടെ ഒരു ഡോറ് തുറക്കുകയാണ്. അവിടുത്തെ ഒരു കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോകുന്നു. അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ആ കൂട്ടുകാർ, അതായത് ആ പട്ടാളക്കാർക്കെല്ലാം വല്ലാത്തൊരു മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുകയാണ്. അവരുടെ നാക്കെല്ലാം നോക്കി ഒരു പാമ്പിനെ പോലെയായി, ശരീരമെല്ലാം വികൃതമായിട്ട് ഇവരൊരു സോംബിയെ പോലെ അറ്റാക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ആ ഒരു ഷോക്കിൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഡോൺലിയും ലീയും പരമാവധി ഫൈറ്റ് ചെയ്യുന്നു. ഇതിൽ തന്നെ ഒരുത്തൻ 2 കാലുകൾ നഷ്ടപ്പെട്ടിട്ട് പോലും ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഇത് കണ്ട് ഷോക്കായി നിൽക്കുന്ന ആ പെൺകുട്ടിയെ ഡോൺലി ഉറക്കെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ പെൺകുട്ടിക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. അവളും പിന്നീട് നന്നായിട്ട് തന്നെ എതിർക്കുന്നുണ്ട് കേട്ടോ. കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയി വരികയാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ വേഗം തന്നെ എല്ലാ ഫോണിലേക്കും ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങിയാണ്. ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, പുറത്തുള്ള കുറച്ച് റൗഡികൾ വന്നിട്ടുണ്ട്, നമ്മളെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ പുറത്തേക്ക് വന്നാൽ മതി. ഇതിനുശേഷം ഡോൺലിയോടും ലീയോടും ആ പെൺകുട്ടിയോടും ഈ ഒരു ഡോക്ടർ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്റെ കൂടെ നിൽക്കുന്നതാണ്, നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ ഈ വോയിസ് കേൾക്കുന്ന അവിടെ തന്നെ ആ ഒരു മെഷീന്റെ അടുത്ത് ഒരു സ്വിച്ച് ഇല്ലേ, അത് ഞെക്കിയാൽ മതി, എന്നാൽ പിന്നെ എന്നോട് സംസാരിക്കാം. എന്നാൽ ഇതിനുള്ള മറുപടി വായ കൊണ്ടല്ല ഡോൺലി കൊടുത്തത്, അവന്റെ കൈ കൊണ്ടാണ്. ആ ഒരു മെഷീനിൽ ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. പഠോ എന്നുള്ളൊരു ശബ്ദം ആ ഡോക്ടറുടെ ചെവിയിലേക്ക് വരുന്നതാണ്. ഇത് കേട്ടപ്പോൾ ഇയാൾ ആകെ പേടിച്ചുപോയി. അതായത് വരാൻ പോകുന്നത് ചില്ലറ സാധനങ്ങളൊന്നുമല്ല, കൂടിയ ജാതി ഇനങ്ങളാണ്. എന്തായാലും ഇവർ മുകളിലേക്ക് തന്നെ പോകാൻ നേരത്ത് ഒരു വാതിലുണ്ട്, അത് തുറന്നാലേ മുന്നോട്ടേക്ക് പോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ അപ്പുറത്താണെങ്കിൽ ഈ ക്യാപ്റ്റന്റെ ആൾക്കാർ ഗണ്ണും അതുപോലെ തന്നെ ബോംബുമായിട്ട് അവർ കാത്തിരിക്കുകയാണ്.
അതായത് ഇവർ എപ്പോൾ വാതിൽ തുറക്കും അപ്പോൾ അറിയാൻ വേണ്ടി. എന്നാൽ നമ്മുടെ ഡോൺലി മറ്റൊരു പരിപാടി ചെയ്ത് ഈ വാതിൽ തുറക്കാതെ ഇതിന്റെ പല ഭാഗത്തും നോക്കിയിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. മാത്രമല്ല ഈ പിൻ ഊരി വെച്ച പട്ടാളക്കാരുടെ കയ്യിൽ വെച്ച് തന്നെ ആ ഒരു ബോംബ് പൊട്ടുന്നുമുണ്ട്. ഇപ്പോൾ നൈസായിട്ട് വാതിലും കാര്യങ്ങളും ഒക്കെ പൊളിഞ്ഞു നിൽക്കുകയാണ്. അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഡോൺലി പറഞ്ഞിട്ട് ഈ ലീയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും മറ്റൊരു ഭാഗത്തേക്ക് വിടുകയാണ്. ഇപ്പോൾ ഡോൺലി ഇത്രയും ആൾക്കാരെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ബാക്കിലായിട്ട് ഒരു കത്തിയുണ്ട്. അങ്ങനെ അവരുടെ ബോഡിയിൽ ആ കത്തിയെല്ലാം ഇവർ എടുക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, കത്തിക്കുത്ത് എന്ന് പറഞ്ഞ അമ്മാതിരി കത്തിക്കുത്ത്. ഇത് കഴിഞ്ഞപ്പോൾ ഒരു പിസ്റ്റൾ കയ്യിൽ കിട്ടുന്നുണ്ട്. ഈ പിസ്റ്റൾ വെച്ച് നല്ലൊരു അടിപൊളി ഫയർ. ഇത് കഴിഞ്ഞപ്പോൾ ഒരു AK-47 കയ്യിൽ കിട്ടുകയാണ്. ഇത് വെച്ചൊരു അടിപൊളി ഫയറിങ്. അതുപോലെ തന്നെ ഒരു ഭാഗത്തിൽ ഈ മറ്റൊരു ഭാഗത്ത് ആ പെൺകുട്ടി. എല്ലാവരും നല്ല ഒന്നാം തരം ഫൈറ്റിങ്. ഇതിന്റെ ഇടയിൽ ആ പെൺകുട്ടി ക്യാപ്റ്റന്റെ മുന്നിൽ പെട്ടുപോവുകയാണ്. ശരിക്കും ഇവളെ ഈ ഒരു ഫൈറ്റും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചത് തന്നെ ഈ ഒരു ക്യാപ്റ്റനാണ്. നന്നായിട്ട് തന്നെ അവൾ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അധിക നേരമൊന്നും ഈ ക്യാപ്റ്റനോട് പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ ഡോൺലി ഇപ്പോൾ നേരെ താഴ്ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മുഴുവൻ ഈ കുട്ടികളുടെ പേരൻസ് ആണല്ലോ. അപ്പോൾ അവർ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ്, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന്. ഇതേ സമയത്ത് തന്നെ ഡോൺലി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ മുകളിലേക്ക് പോയിട്ട് നിങ്ങളുടെ മക്കൾ എവിടെയാണോ അവരെ തിരിഞ്ഞ് കണ്ടുപിടിക്കുക. ഇതേ സമയത്ത് തന്നെ ഇപ്പോൾ ആ പെൺകുട്ടി അതുപോലെ തന്നെ ക്യാപ്റ്റനും തമ്മിൽ ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ആ പെൺകുട്ടി പോരാടി കേട്ടോ, ഒട്ടും മോശം പറയാനില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ അവളുടെ കത്തി ഊരിക്കൊണ്ട് ആ ഒരു ക്യാപ്റ്റൻ അവളുടെ വയറ്റിലേക്കും തലയിലേക്കും ഒരുപാട് തവണ കുത്തുകയാണ്. മാത്രമല്ല ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും അവളെ എടുത്ത് ഒരൊറ്റെറി കൊടുക്കുന്നുണ്ട്. അതായത് മരണം വരെ നമ്മുടെ ആ പെൺകുട്ടി എന്തായാലും നല്ല ധീരമായിട്ട് തന്നെ പോരാടി. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലീ നേരെ കുട്ടികളെല്ലാം ടീച്ച് ചെയ്യുന്ന ആ ഒരു ക്ലാസ് റൂം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട്. അവിടെ തന്നെ ആ സുജീറോ ആ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അവൾ ആ ലീയെ കണ്ട സമയത്ത് തന്നെ പേടിച്ച് ടേബിളിന്റെ അടിയിൽ പോയിട്ട് ഒളിക്കുകയാണ്. എന്നാൽ അവൾ കൈയോടെ തൂക്കിയെടുക്കുകയാണ്. എന്നിട്ട് എവിടെയാണ് ലാബ്, എവിടെയാണ് ആ ലാബ്, ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ എവിടെ കിമാസിന്റെ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് സുജീറോവും അവർ ലാബിലാണെന്ന് പറയുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടികളെ നോക്കിയിട്ട് ഇപ്പോൾ ലീ പറയുക, നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടുമെന്ന്. എന്നാൽ ഈ കുട്ടികൾക്കൊന്നും ഒരു ബോധവും കഥയും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരുമാതിരി ഒരു അവസ്ഥയിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ വഴി കാട്ടിയിട്ട് സുജീറോയെ മുന്നിൽ നിർത്തിയിട്ട് ഇപ്പോൾ ലീ നേരെ ആ ഒരു ലാബിലേക്ക് പോവുകയാണ്. നേരെ മുന്നിലേക്ക് ക്യാപ്റ്റൻ വന്ന് നിൽക്കുകയാണ്. ക്യാപ്റ്റനെ കണ്ട ഉടനെ തന്നെ, നിങ്ങൾ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സുജീറോയെ ഞാൻ വെടിവെച്ച് കൊല്ലും എന്ന് ഇപ്പോൾ ലീ പറയുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ പറയുകയാണ്, നീ കൊല്ലുകയാണെങ്കിൽ കൊല്ലടാ എന്ന്. നമ്മുടെ ഡോൺലി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡോൺലി പറയുകയാണ്, ലീ നീ അവരെയും കൂട്ടിയിട്ട് നേരെ ലാബിലേക്ക് വിട്ടോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇവിടെ വെച്ച് നമ്മുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ ഈ ഡോൺലിയും തമ്മിൽ നല്ലൊരു ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അടുത്ത സീനിൽ ലാബ് കാണിക്കുകയാണ്. ഈ ലാബിൽ ഇപ്പോൾ നമ്മുടെ കിമാസിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ദ്രാവകം ഡോക്ടർ എടുത്തു കഴിഞ്ഞല്ലോ. ആ ഒരു മരുന്ന് പിന്നീട് ഡോക്ടർ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്യുകയാണ്. അതേ സമയത്ത് തന്നെ ഡോക്ടർ നോക്കിയിട്ട് കിമാസിനും പറയുന്നുണ്ട്, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ, ഇതിനൊക്കെ നീ അനുഭവിച്ചിരിക്കും. ആ മോളെ, ഇതിനൊക്കെ ഉള്ളത് ഞാൻ അനുഭവിച്ചോളാം എന്നും പറഞ്ഞിട്ട് ആ ഒരു മരുന്ന് പൂർണ്ണമായിട്ടും ഡോക്ടറുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ ഇത് എത്തിക്കഴിഞ്ഞ സമയത്ത് സാധാരണ ശക്തി കൂടുകയാണ് വേണ്ടത്. ഇത്തവണ എന്തോ ഇയാൾക്കൊരു ക്ഷീണം വരുന്നത് പോലെ. ഇപ്പോൾ കിമാസിന് അങ്ങനെ ചിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ കരുതിയത്, നിങ്ങൾ തന്ന ആ ഒരു വെള്ളം ഞാൻ കുടിച്ചു എന്നോ? ഒരു തുള്ളി പോലും ഞാൻ അത് കുടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ചെവിയുടെ പിന്നിലുണ്ടായിരുന്ന ആ ഒരു ദ്രാവകം, അതാണല്ലോ ഇപ്പൊ ഈ ഒരു ഡോക്ടർ എടുത്തത്. ആ മരുന്ന് കുടിക്കാതെ ഉണ്ടായിരുന്ന ആ ഒരു ദ്രാവകം അതുകൊണ്ട് തന്നെ അത് വിപരീത ഇഫക്റ്റ് ആണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡോക്ടർ തളർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് ലീ അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ ലീയെ ഡോക്ടർ ഭീഷണിപ്പെടുത്തുകയാണ്, നീ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ കിമാസിനെ, ഈ പെൺകുട്ടിയെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ലീയെ മറ്റൊരാൾ പിന്നിലൂടെ വന്ന് ആക്രമിച്ച് അടിച്ചു വീഴ്ത്തുകയാണ്. ഇതേ സമയത്ത് ഈ ഡോക്ടറുടെ കയ്യിലുണ്ടായിരുന്ന മരുന്നും അതുപോലെ തന്നെ ഈ ഡോക്ടറുടെ മകളെ ഒരു പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നില്ലേ, അതൊരു പെട്ടിയിലേക്ക് ആക്കിയിട്ട് ഇതുമായിട്ട് ഡോക്ടർ ഇവിടുന്ന് കളഞ്ഞു കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഈ ഡോൺലിയും ഈ ഒരു ക്യാപ്റ്റനും തമ്മിൽ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഒരു ക്യാപ്റ്റൻ മരിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഡോൺലിയുടെ ശക്തി അനുസരിച്ചാണെങ്കിൽ അയാളെ എടുത്തു വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടിട്ട് കുടയുന്നു, ഇങ്ങോട്ടിട്ട് കുടയുന്നു, എടുത്തടിക്കുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു. ക്യാപ്റ്റൻ പറയുകയാണ്, നിനക്ക് എന്നെ ഇട്ട് കൊടയുന്നതല്ലാതെ നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ലടാ. അവസാനം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്കിടാൻ നോക്കുമ്പോൾ ഇയാൾ ഒരു വല്ലാത്ത കൊലച്ചിരി തന്നെ ഡോൺലിയെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ ഡോൺലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഗ്ലാസ് ചില്ല് പൊട്ടിക്കിടക്കുന്നതിന്റെ ഇടയ്ക്കോട്ട് അയാളുടെ കഴുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ കഴുത്ത് വെച്ച് നല്ല പോണം ഉരച്ച് ലാസ്റ്റ് തല താഴെയും വീഴുന്നു, ബോഡി ഇപ്പുറത്തും വീഴുന്നു. ഇപ്പൊ നീ ചത്തില്ലേടാ എന്ന് പറഞ്ഞിട്ട് അവന്റെ തലയെടുത്ത് ഒരൊറ്റ ഏറു കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മുകളിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികൾ മുഴുവൻ
താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അച്ഛൻ്റെ അമ്മയുടെയും അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്കൊന്നും യാതൊരു റെസ്പോൺസും ഇല്ല. അവരുടെ മുഖത്തൊക്കെ ഒരു വികാരവുമില്ല. ഇതേ സമയത്ത് മരുന്നുമായിട്ട് രക്ഷപ്പെടാൻ നിൽക്കുന്ന ആ ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് ഡോൺലി എത്തുകയാണ്. ഇയാളെ പിടിച്ചു വെക്കാൻ നോക്കുന്ന സമയത്ത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബോംബ് അതിന്റെ പിൻവശം ഊരി അവിടേക്ക് ഇടുന്നുണ്ട്. മാത്രമല്ല ഇവർക്കിടയിൽ നല്ലൊരു ഫൈറ്റും നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഇവരുടെ ആ ഒരു ടീച്ചറായിട്ടുള്ള സുജിറോ ഉണ്ടല്ലോ, ഇവർക്കും വെടിയേറ്റിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സുജിറോ ഈ ഡോക്ടറോട് പറയുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് ആ ഒരു മരുന്ന് എനിക്കിതാ, എന്നെയും കുത്തിവെക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കില്ല എന്ന്. ഈ സുജിറോയെ നോക്കിയിട്ടാണ് ഈ ബോംബ് അവിടെ ഇട്ടിട്ട് ഈ ഡോക്ടർ പോകുന്നത്. അതായത് സുജിറോയും ബാക്കിയുള്ള എല്ലാവരും ഒരുമിച്ച് മരിക്കട്ടെ എന്ന് കരുതിയിട്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലീ ആണെങ്കിൽ കിമാസിനെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ട്രെച്ചറിന്റെ പിന്നിലേക്ക് പെട്ടെന്ന് മറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡോൺലി മറ്റൊരു ഭാഗത്തേക്ക് മാറുകയാണ്. ബോംബ് പൊട്ടി ഈ സുജിറോയുടെ കാര്യം വലിയ കഷ്ടമായിരിക്കുകയാണ്. ബോംബ് പൊട്ടി ഈ സുജിറോയുടെ ശരീരമൊക്കെ ചിതറിപ്പോവുകയാണ്. എന്തായാലും ഈ ഒരു ബ്ലാസ്റ്റില് നമ്മുടെ ഡോൺലിക്കും അതുപോലെ തന്നെ കിമാസിനും ലീക്കും ഒന്നും പറ്റിയില്ല. ഇവര് സർവൈവ് ചെയ്തു. ഇതേ സമയത്ത് തന്നെ കയ്യിൽ കിട്ടിയ ആ ഒരു മരുന്നുമായിട്ട് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറെ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവര് വന്ന് ഡോക്ടറോട് ചോദിക്കുകയാണ്, എവിടെയാ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, നീ കൊണ്ടുപോയില്ലേ, ആ ബാക്കിയുള്ളവർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഡോക്ടറായിട്ട് തന്നെ പറയുകയാണ്, എൻ്റെ പരീക്ഷണത്തിൽ എല്ലാവരും ഒന്നും അതിജീവിക്കില്ല, ചില ആൾക്കാർ മരിച്ചു പോവും, അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്. ഇത് കേട്ട സമയത്ത് ഈ അച്ഛനും അമ്മമാർക്കും ഭ്രാന്ത് ഇളകുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഓരോ കമ്പിയും കഷ്ണവും ഒക്കെ വെച്ച് ഇയാളെ നന്നായിട്ട് ഇടിക്കുന്നുണ്ട്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പെട്ടിയും കാര്യങ്ങളും ഒക്കെ താഴെ വീണു. പിന്നീട് ആ ഒരു മരുന്നും കാര്യങ്ങളും ഒക്കെ നിലത്ത് വീണ് പൊട്ടി. അത് മുഴുവനായിട്ട് നശിച്ചു പോവുകയാണ്. ഇതും കൂടെ ആയ സമയത്ത് ഈ ഡോക്ടർക്ക് ഭ്രാന്ത് ഇളകുകയാണ്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഇയാൾ കണ്ടുപിടിച്ച ഇയാളുടെ സമ്പത്താണ് ഈ മരുന്ന്. എന്തായാലും കയ്യിൽ ഒരു ഗണ്ണെടുത്ത് ഈ ഡോക്ടർ പറ എല്ലാവരെയും കുറെ വെടിവെക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ചില ആൾക്കാർ ഇതിൽപ്പെട്ട് മരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഭ്രാന്ത് പിടിച്ചിങ്ങനെ ഫയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ ഡോക്ടർ കൊണ്ടുവന്ന ഇയാളുടെ കയ്യിലെ ആ ഒരു പെട്ടിയുണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്കും ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. ആ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോൾ മകളെ ഇത്രയും കാലം ജീവനോടെ നിലനിർത്തിയില്ലേ, അതിന്റെ ഉള്ളിലേക്കും ബുള്ളറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചില്ലെല്ലാം തകർന്നു പോയിട്ട് ആകെ വിരളി പിടിച്ച ഈ ഒരു ഡോക്ടർ മോളെ നമുക്കൊന്നും പറ്റില്ല, അച്ഛനെല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പരമാവധി നോക്കുന്നുണ്ടെങ്കിലും മോളുടെ ആ ഒരു ശരീരഭാഗം കൂടെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഈ ഒരു ഡോക്ടർ ആണെങ്കിൽ ഭ്രാന്തിന്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലീ അതുപോലെ തന്നെ കിമാസിനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കിമാസിൻ പറയുകയാണ്, ഒരിക്കലും ഈ രീതിയിൽ നിങ്ങൾ ചെയ്തതുകൊണ്ട് ഈ ലോകത്തെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല, നിങ്ങൾ തോറ്റുപോയി, നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതേ സമയത്ത് തന്നെ ഇയാൾ വീണ്ടും ഫയർ ചെയ്യാൻ നിൽക്കുകയാണ്. ഇവർ ഇയാളുടെ നെറ്റിയിൽ നോക്കി തന്നെ ഒരൊറ്റ പൊട്ടിക്കലാണ്. സ്പോട്ടിൽ അയാൾ ചത്തുപോവുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഡോൺലി വരുന്നുണ്ട്. എല്ലാവരും വന്ന് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുവിധം അവസാനിച്ചു കഴിഞ്ഞു. ശുഭം. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മാനമെല്ലാം ആകെ ഇരുണ്ടു വരുന്നത്. ഇത്രയും കാലം പെയ്യാത്ത ആ ഒരു മഴ അതിപ്പോൾ പെയ്യുകയാണ്. എന്തായാലും ഇനി ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് ആരെയും ഇവിടെയുള്ള ആൾക്കാർക്ക് ആശ്രയിക്കേണ്ടി വരില്ല. ഇത് കുടിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിക്കാം. മാത്രമല്ല ഡോൺലിയും നമ്മുടെ കിമാസിനും ഇല്ലേ, ഇനി എന്തായാലും ഇവർ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവരുടെ ആ ഒരു സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോകാം. പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ കിമാസിന്റെ മുത്തശ്ശിയുടെ കല്ലറ ഉള്ളത്. കിമാസിനും അതിന്റെ അടുത്ത് വന്നിരുന്ന് ഒരുപാട് കരയുകയാണ്. കാരണം അവൾക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ഈ ഭൂമിയിൽ ഇനി ആരുമില്ല. പക്ഷേ അവളെ ഒരു അച്ഛനെ പോലെ സ്നേഹിക്കാൻ ഡോൺലി ഉണ്ട്. ഡോൺലി അവളെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് ആ ഒരു ബസ് സിറ്റിയിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് പഴയ പരിപാടി തന്നെ, വേട്ടയാടുക ഇറച്ചി വിൽക്കുക, എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കുക, അതിന് പകരമായിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും മേടിക്കുക. അങ്ങനെ ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ സമയത്തും ആദ്യം ആഭരണങ്ങളൊക്കെ ഇട്ട് വന്ന ആ ലേഡി ഉണ്ടല്ലോ, ആ ലേഡി നമ്മുടെ ഡോൺലിയെ വളയ്ക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഡോൺലിക്ക് ഈ പെണ്ണുമ്പിളയെ കാണുന്നത് തന്നെ കലിപ്പാണ്. വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. സോ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.